പലപ്പോഴും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ആഹാരം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് തരുന്ന ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പ്ലാസ്റ്റിക് ആണ്. ഇത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഇല്ലെന്ന് പറയാം. ഏറ്റവും മോശമായിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് ബ്ലാക്ക് പ്ലാസ്റ്റിക്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അറിയോ? റീസൈക്കിൾഡ് ഇലക്ട്രോണിക് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ഈ വെളി കളയുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇലക്ട്രോണിക് വേസ്റ്റുകൾ, അതായത് ഇപ്പം നമ്മുടെ ഈ ഓൾഡ് കീബോർഡുകളാവാം, കമ്പ്യൂട്ടറുകളാവാം, കേബിളുകളാവാം, ഇതൊക്കെയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ശരിക്കും വളരെ ഡേഞ്ചറസ് ആണ് ഈ സാധനം. കാരണം ഇതിൻ്റെ അകത്തുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഹെവി മെറ്റൽസ് ആണ്. ലെഡ്, കാഡ്മിയം, മെർക്കുറി പോലുള്ള സാധനങ്ങൾ. ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ് എന്ന് പറഞ്ഞ BFR എന്നുള്ള സാധനം ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് എന്തിനാണ് ഈ റീസൈക്കിൾ ചെയ്യുന്നത്? വളരെ ചീപ്പായിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഫുഡ് കണ്ടെയ്നർ പാക്ക് ചെയ്യാനും എല്ലാം ഇതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇത് സർക്കാർ നിയന്ത്രിക്കുന്നില്ല? ഇതാണ് ആദ്യത്തെ ചോദ്യം. സർക്കാർ നിയന്ത്രിക്കില്ല. കാരണം സ്ലോ ആയിട്ട് ഒരു സാധനം നമ്മളെ കൊല്ലുകയാണെങ്കിൽ അതിനെ നമ്മൾ സർക്കാർ നിയന്ത്രിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളാണ് അത് നിർത്തേണ്ടത്. ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അറിയോ? അതായത് ഈ പറഞ്ഞ ഇമ്പ്യൂരിറ്റീസ് എല്ലാം നമ്മുടെ ശരീരത്തിലോട്ട് പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രമാത്രം തൈറോയ്ഡ് രോഗങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ എവിടെയും തൈറോയ്ഡ് രോഗങ്ങളാണ്. പലയിടത്തും ഹോർമോണൽ പ്രോബ്ലമാണ്. PCOD പ്രോബ്ലങ്ങൾ, തൈറോയ്ഡ് പ്രോബ്ലങ്ങൾ, ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ്, ഇതെല്ലാം ഇത്തരത്തിലുള്ള വിഷാംശങ്ങൾ പതുക്കെ നമ്മുടെ ശരീരത്തിലോട്ട് കയറുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ക്യാൻസറിന്റെ റിസ്ക് തന്നെ ഏകദേശം ഒരു 200 ടൈംസോളം കൂടിയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങൾ സ്ഥിരമായി കഴിച്ചാൽ. ഒരു കാരണവശാലും ബ്ലാക്ക് മെറ്റീരിയലിനുള്ള പ്ലാസ്റ്റിക് കഴിക്കാതിരിക്കുക. പ്ലാസ്റ്റിക്കിൽ തന്നെ ചൂടുള്ള ആഹാരങ്ങൾ ഇടരുതെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഹോട്ടലിൽ നിന്നൊക്കെ ഇപ്പോഴും ഇത് ചെയ്യുന്നുണ്ട്. നിർബന്ധമായിട്ടും നിങ്ങൾ ഹോട്ടലിൽ പോയി കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അത്തരത്തിലുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. ഇനി നിങ്ങൾ വീട്ടിലോട്ടാണ് സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്നതെങ്കിൽ ആ സാധനം ഒഴിവാക്കിയിട്ട് നിങ്ങൾ വേറെ രീതിയിൽ ഇപ്പോൾ ഗ്ലാസ് കണ്ടെയ്നറോ സ്റ്റീൽ കണ്ടെയ്നറോ ഒക്കെ ഉപയോഗിച്ച് കൊണ്ടുവരുന്നതാണ് നല്ലത്. വല്ലപ്പോഴും 1-2 പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ പല പ്രശ്നങ്ങളും തുടങ്ങാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ജീവനുകളും നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയും.